ഹലോ, ഒന്ന് കുറച്ച് പഴുത്താങ്ങ കിട്ടിട്ടോ. അത് ഏറ്റുന്ന ഞാനൊരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പഴുത്താങ്ങ കൂട്ടാൻ അതാ, അല്ലെങ്കിൽ അത് ഒരു മാങ്ങാപ്പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തൈരുണ്ട്, തൈര്, മോര്, ശർക്കര എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. മോരായാലും മതി, നല്ല പുളിയുള്ള മോരുണ്ട് ഇവിടെ. അപ്പോൾ അതും കൊണ്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പഴുത്താങ്ങയൊക്കെ തൊലി കളഞ്ഞ് അടുപ്പത്ത് വെച്ചു. അതിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിക്ക് ലേശം കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് അതും കൂട്ടി ഇളക്കി എന്നിട്ടൊന്ന് അടച്ച് വേവിക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വേവിച്ച് നല്ല രുചിയാട്ടോ. അങ്ങനെ കൂട്ടാൻ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് വലിയ ചിലവില്ല, കുറച്ച് സാധനങ്ങളൊക്കെ മതി. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി ഇതൊക്കെ നന്നായി വെന്ത് വരുവോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ അടുത്ത പണി, ഒരു മുറി തേങ്ങ, 2 അച്ച് ശർക്കര, ഇതൊക്കെ അതിലേക്ക് ശരിയാക്കി എടുക്കണം. ശർക്കര കറിയിലിട്ടാൽ മതി, അങ്ങനെ വന്നോളും. പിന്നെ കുറച്ച് പുളിയുള്ള മോരാണ് ഞാൻ ഒഴിച്ചത്. എല്ലാവരും തൈര് ഒഴിക്കും, ഇവിടെ നല്ല പുളിയുള്ള മോരായതുകൊണ്ട് ഞാൻ ഇത്തിരി മോരൊഴിച്ചു. കുറച്ച് കറി വേണ്ടേ, ചാറ് വേണം, അപ്പം അതിന് വേണ്ടിയിട്ട് മോരാണ് ഒഴിച്ചത് കേട്ടോ. നല്ല പുളിയുള്ള മോരാണ്, പുതിയ മോര്. 2 അച്ച് ശർക്കരയും കൂടി അതിൻ്റെ ഒപ്പമാണ് ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചോറിനൊപ്പം കഴിക്കാനും ഒക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങണുള്ളൂ. അപ്പോഴേക്ക് ചെറിയ മാങ്ങ അങ്ങനെ പഴുത്ത് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. കുറച്ച് ആളേ ഉള്ളൂ കേട്ടോ, അപ്പോൾ അത് മതിയല്ലോ. അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് പാർന്നു. തേങ്ങയും കുറച്ച് നല്ല ജീരകവും കൂട്ടണം കേട്ടോ. അതാണ്ട് അരച്ച് പാർന്ന് അധികം ചാറാവാതെ നല്ല മട്ടത്തിൽ ഇങ്ങനെ ഇതാക്കണം. നല്ലൊരു മാങ്ങാക്കറി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഒന്ന് വറുത്ത് വെളിച്ചെണ്ണയിൽ, ചിലവരൊക്കെ നെയ്യ് എടുക്കും, ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്ത്. വെളിച്ചെണ്ണയിൽ വറുത്ത് ഒക്കെ ഒന്ന് കറിയിൽ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്നും കൂടി തിളയ്ക്കാൻ ഇളക്കി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് വറവൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു മാങ്ങാപ്പുളിശ്ശേരിയാണ്. എല്ലാവരും ഒന്ന് പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ ഒന്ന് വെച്ച് നോക്കുക. ഇത്ര മാത്രം എൻ്റെ ഈ ചെറിയ വീഡിയോ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇത്ര മാത്രം. ബൈ.